ഈ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമിംഗ് എന്നത്. നമ്മൾ അറിയാതെ നമ്മുടെ ബ്രെയിനിൽ റിപ്പീറ്റായി സ്റ്റോർ ചെയ്യുന്ന തോട്ട്സും ബിലീഫ്സും ഇമോഷൻസും ഇവയൊക്കെ ചേർന്ന് നമ്മുടെ ബിഹേവിയറിനെയും ജീവിതത്തെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഹിഡൻ സിസ്റ്റമാണ്. സൈക്കോളജി പ്രകാരം നമ്മുടെ ഡിസിഷന്റെ ഏകദേശം 95% ഈ സബ് കോൺഷ്യസ് പാറ്റേൺ ആണ് നിർണ്ണയിക്കുന്നത്. ഇനി ഒരു ചോദ്യം, ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമോ? അതിന്റെ പിന്നിലെ സയൻസ് എന്താണ്? ഇതിന്റെ ഉത്തരമാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. നിങ്ങളുടെ ബ്രെയിൻ ഒരു ഫിക്സഡ് സ്ട്രക്ചറിലല്ല ഉള്ളത്. അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന തോട്ട്സിനനുസരിച്ച് പുതിയ ന്യൂറൽ പാത്വേസ് ക്രിയേറ്റ് ചെയ്യുന്നു, പഴയവയെ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നു. അതായത് നിങ്ങൾ എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ചാൽ അത് ബ്രെയിനിൽ ഹാർഡ്വെയർ ആവും. പക്ഷെ അതേസമയം നിങ്ങൾ കോൺഷ്യസ്ലി പോസിറ്റീവ് അഫർമേഷൻസും വിഷ്വലൈസേഷനും ഉപയോഗിച്ച് പുതിയ പാറ്റേൺ ഫീഡ് ചെയ്താൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ആവാൻ തുടങ്ങും. ഇത് മാജിക് ഒന്നുമല്ല, മെഷറബിൾ ബ്രെയിൻ ചേഞ്ച് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് മാറ്റാൻ ദിവസവും റിപ്പീറ്റ് ചെയ്യുന്ന തോട്ട്സും നിങ്ങളുടെ എൻവയോൺമെന്റും സെൽഫ് ടോക്കും ഇതൊക്കെ ശ്രദ്ധിച്ച് കോൺഷ്യസ്ലി ഡിസൈൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതം മാറാൻ വലിയ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. നമ്മൾ നമ്മുടെ മൈൻഡിനെ എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും.